നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോൾ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുരുമുളക് വില. കുരുമുളക് ഏറ്റവും അനുദിനം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. കർഷകരും മറ്റും കുരുമുളക് ഉൽപ്പാദകരും വളരെ നിരാശയിലുമാണ്. കുരുമുളക് അൺകാർബ്ഡ് കിലോ ഇപ്പോൾ 686, പുതിയത് കിലോ 686, കുരുമുളക് കാർബ്ഡ് കിലോ 706 അതുപോലെ കുരുമുളക് വയനാടൻ 675, ചേട്ടൻ 665 ആണ്. ലോകത്തിൽ 4ാം സ്ഥാനത്താണ് ഇന്ത്യയുടെ സ്ഥാനം കുരുമുളക് ഉൽപ്പാദനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ നടക്കുന്നത് കേരളത്തിലും കർണാടകത്തിലും ആണ്. ലോകത്തിലെ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് വിയറ്റ്നാം, 2ാം സ്ഥാനം ബ്രസീൽ, 3ാം സ്ഥാനം ഇന്തോനേഷ്യ, 5ാം സ്ഥാനത്താണ് ചൈനയും. കഴിഞ്ഞ മാസങ്ങളിൽ കുരുമുളകിന് 720 മുകളിൽ പോയ കുരുമുളക് ഇപ്പോൾ 705 താഴ്ന്നിരിക്കുകയാണ്. മിക്ക കച്ചവടക്കാരും സംഘം ചേർന്ന് കുരുമുളക് വളരെ വാങ്ങിക്കൂട്ടി വില കുറയ്ക്കുകയാണ് ഉണ്ടായത്. കറുത്ത പൊന്നെന്നറിയപ്പെടുന്ന പേരുകേട്ട ഒരു സുഗന്ധവ്യഞ്ജനമാണ് ബ്ലാക്ക് പേപ്പർ അഥവാ അല്ലെങ്കിൽ കുരുമുളക് എന്നറിയപ്പെടുന്നത്. അടുക്കളയിലെ ഒരു നിത്യസംഭവം, അതുകൂടാതെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു സുഗന്ധവ്യഞ്ജനം കൂടിയാണ് കുരുമുളക്. മിക്ക കറികളിലും കുരുമുളകും മറ്റും ധാരാളം ചേർക്കാറുണ്ട്. കുരുമുളക് അമിതമായാൽ പിന്നെ ഗുണത്തെക്കാളേറെ ദോഷങ്ങളാണ് സംഭവിക്കുന്നത്. ആഗോള വിപണിയിലും കുരുമുളക് ഒരു വിലയേറിയ ഉൽപ്പന്നം തന്നെയാണ്. കുരുമുളകിൽ തന്നെ വിവിധ വകഭേദങ്ങളുണ്ട്. കറുത്ത കുരുമുളക്, വെളുത്ത കുരുമുളക്, ജൈവ കുരുമുളക്, പച്ചമുളക്. ഇത് കുരുമുളക് കായ്കൾ മഞ്ഞ ചുവപ്പ് നിറമായി മാറിയതിന് ശേഷമാണ് പറിച്ചെടുക്കുക. അതിനുശേഷം ഉണക്കിയാൽ കറുത്ത നിറത്തിലുള്ള കുരുമുളകാണ് കിട്ടുന്നത്. അതിനെയാണ് ബ്ലാക്ക് കുരുമുളക് എന്ന് പറയുന്നത്. കുരുമുളകിൽ ഏറ്റവും നല്ല രുചിയുള്ളത് കറുത്ത കുരുമുളക് തന്നെയാണ് വെളുത്തതിനെ അപേക്ഷിച്ച്. മിക്ക വീടുകളിലും വീടിൻ്റെ ചുവട്ടിൽ വരെ കുരുമുളക് വള്ളികൾ നടത്തുകയായിരുന്നു. ഇത് 10 മീറ്റർ ഉയരത്തിൽ മാത്രമേ ഒരു കുരുമുളക് ചെടി ഉയരത്തിൽ പോവുകയുള്ളൂ. അങ്ങനെ സാധാരണക്കാർക്ക് ഒരു വരുമാന മാർഗമായിരുന്നു. പണ്ടൊക്കെ റബ്ബറിന് നല്ല വരുമാനം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് മിക്ക ആൾക്കാരെയും കുരുമുളക് ചെടിയും മറ്റുമെല്ലാം നശിപ്പിച്ച് റബ്ബർ നട്ടതുകൂടിയാണ് ഇതിൻ്റെ ഉൽപ്പാദനം തീരെ കുറഞ്ഞത്. അങ്ങനെ വില കൂടി ഇപ്പോൾ വീണ്ടും താഴ്ന്നിരിക്കുകയാണ്. ഇപ്പോൾ മിക്ക വീടുകളിലും വൈഫൈ കണക്ഷനുണ്ട്. അവിടെ മൊബൈൽ സിം ഉണ്ടായതുകൊണ്ട് ഇതിൽ നിന്ന് നെറ്റെടുത്ത് അവർ ധാരാളം പേര് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ സിമ്മിന് വാലിഡിറ്റി ഉണ്ടായിരിക്കേണ്ടത് ഒരു ഘടകം തന്നെയാണ്. സിമ്മിന് സമയത്തിന് വാലിഡിറ്റി ചെയ്തില്ലെങ്കിൽ അവർ കമ്പനിക്കാർ ആ വാലിഡിറ്റി ഇല്ലാതെ വിളിക്കാറ് പോലും പറ്റത്തില്ല. BSNL വാലിഡിറ്റി നിലനിർത്തി ചെറിയ പ്ലാനുകളായ 107ഉം 197ഉമാണ് കുറഞ്ഞ ചിലവിൽ നമുക്ക് ചെയ്യാവുന്നത്. അല്ലെങ്കിൽ 28 ദിവസവും 54 ദിവസവും വാലിഡിറ്റി കിട്ടുകയും ചെയ്യും. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു.